സാഹചര്യത്തിൽ അത്രയധികം യാഥാർത്ഥ്യമാകുന്ന വാക്കുകളാണ്. തികച്ചും കേരളം ഇപ്പോൾ ഒരു ഭ്രാന്താലയമാകുകയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒരു 1.5 വയസ്സുകാരനെ മാതാപിതാക്കൾ ചേർന്ന് കൊടും ക്രൂരമായി മർദ്ദിച്ച് അവനെ കൊലപ്പെടുത്തിയ വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് മുൻപ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതെ, കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വന്നത്. അക്ഷരാഭ്യാസത്തിലും നമ്മുടെ സാംസ്കാരിക പ്രബുദ്ധതയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ജനതയ്ക്ക് ഏറ്റ ഒരു കനത്ത പ്രഹരം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത്. കാരണം അത്തരത്തിൽ 1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ 91 മുറിവുകളാണ് ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. നട്ടലിനെല്ലാം പരിക്ക് പറ്റി, ജനനേന്ദ്രിയത്തിൽ വരെ പരിക്ക് പറ്റിയ ഒരു സാഹചര്യമാണ്. ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ലജ്ജിക്കുന്ന ഒരു രീതിയിലാണ് കേരളം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളാണ് അവർ എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. കാരണം സിഗരറ്റ് കുറ്റി കൊണ്ട് തന്നെ കുട്ടിയുടെ ശരീരത്തിൽ മുറിവ് ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്ര ഭ്രാന്തമായാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ആ കുഞ്ഞിനോട് എങ്ങനെയായിരിക്കാം അവർ ഇത്രയും നാളും നിന്നിട്ടുണ്ടാവുക. അല്ലെ, 1.5 വയസ്സാണ് ആ പിഞ്ചു കുഞ്ഞിന്. തീർച്ചയായിട്ടും ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ 1.5 വയസ്സുകാരനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ഒരു ജനവാതിലിലൂടെ ഒരു അമ്മ, 19കാരിയായ അമ്മ സ്വന്തം കുഞ്ഞിൻ്റെ ജനൽവാതിൽ വഴി പുറത്തെറിയുക എന്ന് പറയുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തണമേ കേരളമേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് കേരളം പ്രബുദ്ധരെന്ന് പറയുന്ന നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രബുദ്ധത ഇത്തരത്തിൽ അധപ്പതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കുഞ്ഞിനോട്, ഒരു പിഞ്ചു കുഞ്ഞിനോട് പോലും മനുഷ്യത്വരഹിതമായി ഇങ്ങനെ പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു? അതെ, ഈ വിഷയമാണ് ഇന്ന് ലെറ്റ്സ് ടോക്ക് ചർച്ച ചെയ്യുന്നത്. ഇനി ഞങ്ങൾക്കറിയേണ്ടത്, ജനങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കേണ്ടതും ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. അല്ലേ? അപ്പൊ നമുക്ക് പോകാം. അതെ, നമ്മളിപ്പോൾ 1.5 വയസ്സുകാരൻ ഇപ്പോൾ നെടുമങ്ങാട് മരിച്ച സംഭവം അറിഞ്ഞായിരിക്കുമല്ലോ. അപ്പോൾ ആ വിഷയത്തിലൊരു അങ്ങേയറ്റം നരാധമമായ ഒരു പ്രവൃത്തിയാണ് കാണിച്ചത്. മക്കളുള്ളതാണ്. എന്താ പറയാനുള്ളത്? വേണ്ടാത്തവർ ഒന്നുകിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് അമ്മമാർ ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാതെ ട്രീറ്റ്മെൻറ്റ് എടുത്തും ലക്ഷങ്ങൾ കൊടുത്തും ഇല്ലെങ്കിൽ നമുക്ക് അമ്മത്തൊട്ടിൽ പോലെ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ കൊടുക്കുക. ഇപ്പോൾ കേട്ടു ആ അമ്മയ്ക്ക് ഇപ്പോൾ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് തിരിച്ച് ചോദിച്ചു എന്ന് കേട്ടു. ഒരു കാരണവശാലും ആ കുഞ്ഞിനെ ദയവ് ചെയ്ത് തിരികെ കൊടുക്കരുത്. കാരണം എന്താണ്, ഒരു കുഞ്ഞിനെ ഇപ്പം 19 വയസ്സായ ജനലിൽ കൂടെ കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്കൊന്നും കുഞ്ഞുങ്ങളെ കൊടുക്കരുത്. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ 1.5 വയസ്സുകാരൻ നെടുമങ്ങാട് മാതാപിതാക്കൾ കൊന്നു, അച്ഛനും എന്ന് പറയുന്നു. രണ്ടാം അച്ഛനാണോ എന്നുള്ളതിന് ഒരു തെളിവുമില്ല. കാരണം പുള്ളിക്കാരൻ ലീഗലി ഡൈവേഴ്സ് അല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ ഇപ്പോൾ കോമ സ്റ്റേജിൽ. ആ പെൺകുട്ടിയെ നമ്മൾ ടി വിയിലൂടെ കണ്ടതാണ്. 21-22 വയസ്സ്, 19ാമത്തെ വയസ്സിലെന്തോ +2 എന്തോ കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയ കുഞ്ഞാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മളൊരു ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ഒരു ശിക്ഷ കൊടുക്കണം. ഗോവിന്ദച്ചാമിയുടെ കേസ് എല്ലാവർക്കും നമ്മുടെ ജയിലുകളിൽ കൊണ്ടിടും, നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കും, അവരതോടൊപ്പം തിരികെ കൊണ്ടുവരും. ഒരു 5-6 വർഷം കഴിയുമ്പോൾ ഇറക്കി അങ്ങ് വിടും. നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെയല്ല, പുറത്തുള്ള കൺട്രീസിൽ ചെയ്യും പോലെ, അല്ലെങ്കിൽ നമ്മൾ അതർ സ്റ്റേറ്റ്സിൽ ചെയ്യും പോലെ കൃത്യമായിട്ട് ഇവരൊന്നും ജയിലിൽ നിന്ന് ഇറക്കി വിടാതെ, സ്ത്രീയാണെന്നുള്ള പരിഗണന അതൊന്നും വേണ്ട. കാരണം ഒരു അമ്മയുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഇത് ചെയ്യില്ല. അമ്മയും അമ്മയുടെ കുടുംബക്കാരും ഒന്നും അറിയാതെ ഇത് ചെയ്യില്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശിക്ഷ തന്നെ കൊടുക്കണം. ഇതിൽ ഇപ്പം ഞാൻ പറയണമെങ്കിൽ, ഞാനൊരു അധ്യാപികയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളാരും ഇങ്ങനെ പുറത്തോട്ട് വരുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതിയും കൊണ്ട് അവർ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പോലെ, ക്ഷമിക്കണം, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചില കേസിനെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നത്. പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഈ രണ്ടാം അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്ന സമയത്ത് ആ നെടുമങ്ങാട് ഏരിയയിലുള്ള ആൾക്കാരെല്ലാം ഒരുപാട് അയാളെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ടായിരുന്നു. നിയമം നമുക്ക് പറയാം, പക്ഷേ ക്യാമറ ഒന്ന് ഹൈഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും മനുഷ്യത്വപരമായിട്ട് അവിടുത്തെ ജനങ്ങൾ ആ ശിക്ഷ നടപ്പാക്കിയതിന്. ജയിലിൽ കൊണ്ടുവന്നിട്ട് എന്താണ്, ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. കുറച്ച് നാൾ ജയിലിൽ കിടക്കും, നല്ല അഡ്വക്കേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരും. ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് തീർച്ചയായും ഇപ്പോൾ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. നമ്മൾ 2 കൈകളിലും ഒരു അത്രയും തന്നെ അതിൻ്റെ ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ മുറിവുകളുണ്ട്, സിഗരറ്റ് കുറ്റിയുടെ പാടുകളുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യത്വം എന്നല്ല, ഒരു മനുഷ്യന് പറ്റില്ല, മൃഗം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഇത്രയും ഏത് രീതി സുഖപ്രസവം എന്ന് നമ്മൾ പറഞ്ഞാലും, അതൊരു സിസേറിയൻ വഴിയായാലും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ
അമ്മ എന്ന വാക്ക് ഉച്ചരിക്കാൻ അവർക്ക് അർഹതയില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട് പിറന്നതാണ്. ഒരു തൊട്ടടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ് കരയുമ്പം തന്നെ ബസ്സിലോ നമ്മൾ പൊതുസ്ഥലങ്ങളിലോ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. അയ്യോ എന്ത് പറ്റി, തൊട്ട് അയൽപക്കം ആയിക്കോട്ടെ, അവിടുന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ എന്ത് പറ്റിയടാ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഒന്നാമത് നമ്മുടെ ഇപ്പോൾ അയൽപക്കങ്ങളിൽ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാരെയും തിരിച്ചറിയില്ല. ഇല്ലെങ്കിൽ അവിടുത്തെ അസോസിയേഷൻ സ്ട്രോങ് ആയിരിക്കണം. ആ നാട്ടുകൂട്ടം അല്ലെങ്കിൽ പഞ്ചായത്ത് ഏരിയ ആണെങ്കിൽ അവർ തൊട്ടടുത്ത വീട്ടിൽ വന്ന് താമസിക്കുന്നത് ആര്, എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ബന്ധങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത അറിഞ്ഞിരുന്നു, 1.5 വയസ്സുകാരനെ മാതാപിതാക്കൾ കൊന്നു എന്ന് പറയുന്നൊരു വിഷയം ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ എന്താണ് എന്ന് തോന്നുന്നത്? ഇതിനെയൊക്കെ വെട്ടിക്കൊല്ലണം, പൊതുജനങ്ങളെ ഇടയിൽ വിട്ടുകൊടുക്കണം, അതാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് പറ്റില്ലല്ലോ, ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അത് പറ്റില്ല. ഈ പിന്നെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ അത് അച്ഛനും അമ്മയും തന്നെ. അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള രീതിയിലല്ലേ കുട്ടികളെ നോക്കുള്ളൂ. ഇതല്ലല്ലോ. കുട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു, കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല, കാരണം കാണാൻ പറ്റൂല, അതുകൊണ്ടാണ് കാണാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വാർത്ത കണ്ടിട്ടുണ്ടാവും, ജനലിലൂടെ ഒരു പിഞ്ചു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞ സംഭവം അറിഞ്ഞതാണ്. അല്ല, ഇതിന് മുന്നേ ഇത് നടന്നിട്ടുണ്ട്, കടലിലെറിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നിയമ സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നടക്കില്ല. ഇത്രയും കൊച്ചിനെ കൊന്നപ്പം വിഷമം തോന്നി. വീട്ടിൽ ഇച്ചിരി മൂത്തൊരു അനിയനുണ്ട്, അപ്പം അത് കണ്ടപ്പം ആ ഒരു വിഷമം തോന്നി. പിന്നെ ആ പാരൻസിൻ്റെ അവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് കണ്ടിട്ട് നമ്മൾ ഉറക്കമൊന്നുമില്ല. തമിഴ്നാടാണ് ഇവിടെ നിന്ന് താമസിക്കുന്നത്, പക്ഷേ ആ ന്യൂസ് കണ്ടിട്ട് ഉറക്കമൊന്നുമില്ല. ആ മാതാപിതാക്കൾക്ക് എന്ത് ശിക്ഷ കിട്ടണമെന്നാണ്? അവർ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവർ. നമ്മൾ സ്ട്രിക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്താൽ ശരിയാവും. ഞാൻ ഇന്നലെ ഇതുപോലെ ന്യൂസ് കണ്ടിട്ടുണ്ട്. നോർത്തിലായിട്ട് ഉത്തർപ്രദേശിൽ ഒരു കൊച്ചി താഴെ എറിഞ്ഞ് കൊന്നു. അതും കണ്ട് അതുപോലെ തന്നെ പറയുന്നത് ഇന്ത്യയിൽ ഇതുപോലെ കുറേ സംഭവങ്ങൾ നടക്കാറുണ്ട്. റൂൾസ് സ്ട്രിക്റ്റായിട്ടില്ല. അവർ എങ്ങനെയോ ഒരു 1 ഇയറിൽ ജാമ്യമില്ല പുറത്തു വരും. പുറത്തൊന്നും ഇതുപോലെ തന്നെ ചെയ്യും. തമിഴ്നാട്ടിലെ ഇതുപോലെ സംഭവങ്ങൾ ചെറുതായിട്ട് നടക്കാറുണ്ട്. കുറച്ചുകൂടി നല്ല കെയർ ചെയ്ത് മക്കൾക്ക് വേണ്ടിയാണല്ലോ അമ്മമാർ ജീവിക്കുന്നത്. മൃഗീയമായൊരു രീതിയായിപ്പോയെന്നേ പറയാനുള്ളൂ. മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ പേരക്കുട്ടിയെ നോക്കി ഇവിടെ നിൽക്കുക. എപ്പം വരും, എത്ര താമസിച്ചാലും നമ്മൾ വിളിച്ചത്ര സുരക്ഷിതമായിട്ടല്ലേ കൊണ്ടുപോകും. പരസ്പര സ്നേഹവും ഒരു അറ്റാച്ച്മെൻറ്റ്, അഫെക്ഷൻ എന്ന് പറയുന്ന ഒന്നും ഇപ്പോഴത്തെ തലമുറയിൽ കാണാനേ ഇല്ല. അതുണ്ടാവണം, അതിനവരെ ബോധവൽക്കരിക്കണം. ഇപ്പോൾ നെടുമങ്ങാട് ഒരു 1.5 വയസ്സുകാരൻ്റെ മരണം കണ്ടിരുന്നോ? എന്നാലും നമുക്ക് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയില്ലേ? നമുക്ക് മക്കളൊക്കെ ഉള്ള അല്ലേ? അപ്പോൾ എന്ത് അയാൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അത് തന്നെ. അല്ലാതെ അച്ഛനും അമ്മയാണ് ഇത്തരത്തിൽ ചെയ്തത്, മാതാപിതാക്കൾ സ്വന്തം അത് അമ്മയാണോ സ്വന്തം അമ്മയാണോ എന്നാണ് സംശയം. ഇപ്പം പറയുന്നുണ്ടല്ലോ പിള്ളേരെ തല്ലി തന്നെ വളർത്തണം, അങ്ങനെയാണെങ്കിൽ മാത്രം. അതിനൊരു എക്സാം അല്ല, തല്ലുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ മാക്സിമം അവരോട് കൂടുതൽ സ്നേഹം കൊടുക്കുക. തല്ലുന്നതിനൊക്കെ തല്ലണം, തല്ലല്ലെന്നല്ലേ പറയണം, പക്ഷെ അമിതമാവല്ല്. അമൃതമായ അമൃതും വിഷമല്ലേ. എന്താ തോന്നുന്നത്? വിഷമം തോന്നിയോ കണ്ടപ്പോൾ, വാർത്ത കണ്ടപ്പോൾ? വിഷമമുണ്ടായിരുന്നു. അത് വളരെ ഹീനമായ ഒരു നടപടിയായിരുന്നു. കാര്യം ആ കൊച്ചിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ വലിയ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എന്തായാലും 2 കത്തിക്കാരെയും നല്ല ശിക്ഷ കൊടുക്കേണ്ടതാണ്. അവൻ്റെ ഭാര്യ, ആദ്യത്തെ ഭാര്യയുടെ അതും സംഭവം ഇടയ്ക്ക് പിറ്റേ ദിവസം പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഒരു പോലീസുകാരനെ കൊന്നപ്പോൾ ആ പോലീസുകാരനെ ആ പ്രതിയെ തിരിച്ച് ആ പോലീസുകാരൻ വെടിയിച്ച് കൊന്നു. ഓർമ്മയുണ്ടോ? ഈ കുറച്ച് കാലിന് മുമ്പുണ്ടായിരുന്നു, ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. അതേമാതിരി അവനെയൊക്കെ തട്ടിക്കളയണം, വച്ചത് ചെന്ത കഴിഞ്ഞു. അത് 1 വയസ്സ് കുഞ്ചായതുകൊണ്ട് നമുക്ക് അത് വിഷമങ്ങളാണ്.
ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല, അങ്ങനെ എങ്ങനെ ചെയ്തെന്ന് അവന്മാർക്ക് തന്നെ ഇത് ശിക്ഷിക്കണം. ഉറപ്പായിട്ട് ഇതൊരു ശിക്ഷ നൽകണം. ചേട്ടാ, കഴിഞ്ഞ ദിവസം വാർത്തകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, 1.5 വയസ്സുകാരനെ മാതാപിതാക്കൾ കൊലപ്പെടുത്തിയ സംഭവം. എന്താണ് അത് കണ്ടപ്പോൾ തോന്നിയത്? കണ്ടപ്പം തോന്നിയതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഭൂമിയിൽ വേണ്ട, അവനെന്തായാലും ഒരു തൂക്കുകാർ തന്നെ കൊടുക്കണം. അത് മാത്രമേ നമ്മൾ പറയണുള്ളൂ. ഇങ്ങനെ നല്ലതൊന്നുമില്ല. നമ്മൾ തെറ്റേണ്ട എന്തായാലും മക്കളല്ലേ, നമ്മൾ ചെറിയൊരു വിരട്ട ഒരു ചെറിയൊരു അടിയെങ്കിലും കൊടുത്ത് നമ്മൾ പറഞ്ഞു പോലാക്കും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇത് കൊച്ചിനെ ഒരു വലിയ ആൾക്കാരെ അടിക്കും പോലെയല്ലേ ഇവർ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളതിനാ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർ വേണ്ട. ഇതിന് നല്ല ഭരണമാണ് മുഖ്യമന്ത്രി ആണെങ്കിൽ ഇതിന് നല്ലൊരു നിയമം ഇവന് നല്ല തൂക്കുകാർ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയണത്. ഒരു വാർത്ത കേട്ടിരുന്നോ, 1.5 വയസ്സുകാരനെ മാതാപിതാക്കൾ കൊന്ന വിഷയം? അത് അത്രയും ദാരുണമായിട്ടുള്ള സംഭവമാണ് കേരളത്തിൽ നടന്നത്. പ്രബുദ്ധ കേരളത്തിലാണ് ഇതിപ്പോൾ നടന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? എൻ്റെ ഒരു ഫീലിംഗ് ഇപ്പോൾ ആർക്കും ആരോടും ഒരു കമ്പാഷനോ ഒരു ഫീലിംഗ് ആർക്കും, അമ്മയ്ക്ക് മക്കളോടും മക്കൾക്ക് പാരൻസിനോടും ആർക്കും ഒരു ഫീലിംഗും ഇല്ല. അപ്പം ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഈ ഒരു ഫീലിങ്സ് അവരുള്ളിൽ പറഞ്ഞു കൊടുക്കുക, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് മൈൻഡ് വരാതെ എല്ലാ കാര്യത്തിനോടും കുറച്ചും കൂടി കൈൻഡായിട്ട് കാണാനുള്ള ഒരു മൈൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ഓൾ ആർ ബിഹൈൻഡ് ടു സക്സീഡ് സംതിങ്. അപ്പം ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് വേണ്ട, എല്ലാവർക്കും കുറച്ച് സ്നേഹവും ദയൊക്കെ ഉണ്ടായാൽ നന്നാവും. അതില്ലാത്തതാണ് ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതാണ് ഈ സ്നേഹവും ദയവും ഇല്ലാതെ ഇവർ കാണിച്ചത് സ്വന്തം കുഞ്ഞിനോടാണ്. സ്വന്തം അമ്മയ്ക്ക് തന്നെ മക്കളോടൊരു ദയയില്ല, അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് ആർക്കും ആരോടും ഒരു ഇത് കാണില്ലല്ലോ. അപ്പോൾ അതേ എനിക്ക് പറയാനുള്ളൂ. കുട്ടികളെ വളർത്തുമ്പോഴും എല്ലാ കാര്യത്തിനോടും ഷെയറിങ്ങും കെയറിങ്ങും എല്ലാവർക്കും എല്ലാ രീതിക്കും ഉണ്ടാവാം. ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കാം. തല്ലലിന് 2 രീതിയുണ്ട്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും കിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും തല്ലിയെന്ന് നമുക്ക് കിട്ടണമെന്നില്ല. പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാവരെയും ആദ്യം സമാധാനമായിട്ട് എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവസാനം ഒരു ചെറിയ അടി, അത് മതി. അല്ലാതെ അടി കൊണ്ട് ആരും നന്നാവാനൊന്നും പോകണില്ല. ഒരുപാട് അടി കൊണ്ട് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരും എന്നല്ലാതെ പോസിറ്റീവായിട്ട് അതിൽ മാറ്റമൊന്നും വരാൻ പോകണില്ല. അപ്പോൾ സ്നേഹത്തോടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. അതിൻ്റെ അവസാന പടി എന്നുള്ള ചെറിയൊരു ശിക്ഷ, അത്ര മതി. കൗൺസിലിംഗ് എല്ലാ സ്റ്റേജിലും, ഓരോ സ്റ്റേജിലും ഓരോരുത്തർക്കും, ഇപ്പം കുഞ്ഞുകുട്ടികൾക്കാണെങ്കിലും വലുതായവർക്കാണെങ്കിലും എല്ലാവർക്കും കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിലും ചിലപ്പോൾ അവരത് ഫേസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമാണ്. നല്ലതാണ്. സ്കൂളിലായാലും റെസിഡൻഷ്യൽ ഏരിയ ആയാലും ഓരോരോ ലെവലിൽ ഇപ്പോൾ വർക്കിംഗ് സ്പേസിലായാലും ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് തൂക്കിക്കൊല ചെയ്യുമെന്ന് തോന്നണില്ല. അതായത് വധശിക്ഷ അത് ചെയ്യുമെന്ന് തോന്നണില്ല. അതുവരെ ഇതൊരു ന്യൂസൊന്നും കേട്ടില്ലല്ലോ വധശിക്ഷ ചെയ്യണമെന്നൊന്നും. അപ്പം മിക്കവാറും അവരെ ജയിലിൽ കൊണ്ടിടത്തേ ഉള്ളൂ. അത് കുറേ നാളിനി ഇങ്ങനെ പോകുമായിരിക്കും. അതാണ് അവർക്ക് കിട്ടേണ്ട ശിക്ഷ എന്ന് തോന്നുന്നില്ല. എന്തൊക്കെ ചെയ്താലും വധശിക്ഷ എന്ന് പറയാം. എന്തായാലും ജയിലിലിടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരെ ഇറക്കി വിടും. അങ്ങനെയാണല്ലോ ഇപ്പം എന്ത് ചെയ്താലും അങ്ങനെയാണല്ലോ. ആരും വധശിക്ഷ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു വലിയ ഇത് കൊടുക്കുന്നതായിട്ട്. പോലീസിൽ ഇപ്പം നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ടും ഇപ്പം ഈ ഒരു ഇതിൽ കാര്യമില്ല. പോലീസിന് പറഞ്ഞാലും അവരിതുപോലെ കുറേ നാളൊന്നെങ്കിൽ നീട്ടിക്കൊണ്ടുപോകും കേസ്, അല്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല. പ്രത്യേകിച്ച് ഇതെല്ലാം കോമൺ ആണ്, നോർമലാണെന്നുള്ള രീതിയിലാണ് ഇപ്പം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ഇതിങ്ങനെ തോന്നുന്നുണ്ട്, ഇങ്ങനെ ഒരു നോർമലാക്കി നമ്മളെല്ലാം നോർമലൈസ് ചെയ്യാണ്. അതുപോലെ ഇത് ഇപ്പം ഇങ്ങനെ ഒരാളെ കൊല്ലുക എന്നുള്ളത്, ഇപ്പം കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളത് ഇപ്പം എല്ലാം നോർമലാണ്. ആരും അതിനെ ഒരു വലിയ സംഭവം കൊന്നു അത്രേ ഉള്ളൂ, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ആരും അതിനെ വലിയ സംഭവമായിട്ട് കാണുന്നില്ല. ഇപ്പം നമ്മൾ മാത്രമല്ല, കേരളം മൊത്തം ആൾക്കാർ നമുക്ക് കമൻറ്റിൽ കൂടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാവരും നല്ല വിഷമിച്ചടിക്കണം. അത് മാത്രമല്ല, അയാളെ രണ്ടാനച്ഛനെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ആൾക്കാർ തല്ലി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയില്ലേ. അതൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഇങ്ങനെയുള്ള അമ്മമാർക്കൊന്നും മക്കളെ കൊടുക്കാൻ പാടില്ല. മക്കളില്ലാത്ത എത്രയോ അമ്മമാരുണ്ട്. അവർക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അവരൊക്കെ നല്ല രീതിക്ക് വളർത്തുമായിരുന്നു ഇതിനെയൊക്കെ. എന്തിനാണ് ഈ കൊച്ചിനെ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്തതെന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അത് കണ്ടപ്പോൾ ഏറ്റവും സഹതാപമാണ് തോന്നിയത്. കാരണം അത്രയും ഭീകരമായിട്ടുള്ളൊരു ആ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ ഏതമ്മയ്ക്കോ അല്ലെങ്കിൽ രണ്ടാനച്ഛനായാലും ആർക്കും ഇങ്ങനെ ചെയ്യാൻ തോന്നില്ല ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ. നമുക്ക് മക്കളുള്ളതല്ലേ, അപ്പോൾ നമ്മളത് ചെയ്തതിനോട് എതിർപ്പാണ്. പിന്നെ നമ്മുടെ മക്കൾക്ക് തെറ്റ് വന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അടി കൊടുക്കും. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ കണ്ടപ്പോൾ വിഷമം തോന്നും. മാതാപിതാക്കളുടെ ഈ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
കുട്ടികളോട് നമ്മൾ സ്നേഹത്തോട് പെരുമാറുക. അവർ സ്കൂളിലായാലും മറ്റു പോയിട്ട് വരുമ്പോൾ നമ്മൾ കുട്ടികളോട് നമ്മൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക. എന്താണ് ഇന്ന് സ്കൂളിലാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എന്ത് പഠിപ്പിച്ചു, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് 2 മക്കളുള്ളതാണ്. മൂത്താൾ ഡിഗ്രി സെക്കൻഡ് ഇയർ, ഇളയാൾ 8ാം ക്ലാസ്സിലാണ്. പക്ഷേ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യണം. പക്ഷേ നമ്മളും സ്കൂളിലായാലും പിള്ളേരോടായാലും നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഞാനും എൻ്റെ മക്കളോട് സ്കൂളിൽ വിട്ട് വന്നാൽ അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അവർ കുട്ടികൾക്ക് സ്നേഹം കൊടുത്താലല്ലേ അവർ തിരിച്ച് നമുക്ക് തരുള്ളൂ. ഇല്ലെങ്കിൽ കുട്ടികൾ വേറെ അടുത്തോട്ട് പല പല ചീത്ത കൂട്ടുകെട്ടുകളിലും മറ്റ് ദുശീലങ്ങളിലേക്കൊക്കെ പോകും. അതില്ലാതെ നമ്മളെ കുട്ടികളെ എത്രത്തോളം ചേർത്തടങ്ങാൻ പറ്റും അത്രത്തോളം. പ്രസവം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാലോ, നമ്മൾ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നത്, ജനിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. നമുക്ക് മക്കളുള്ളതല്ലേ. കണ്ടിരുന്നോ ഇപ്പോൾ ഒരു 1.5 വയസ്സുകാരനെ മാതാപിതാക്കൾ കൊടും ക്രൂരമായാണ് അവൻ മരിച്ചു. ആ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ഒരു ആസ് എ മദർ, ആസ് എ വുമൺ എന്ത് തോന്നുന്നു, എങ്ങനെ പ്രതികരിക്കും? എങ്ങനെ പ്രതികരിക്കണം എന്ന് ചോദിച്ചാൽ ഭയങ്കര ഭീകരമായിട്ട് പ്രതികരിക്കാനാണ് തോന്നുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരാളെ കൊന്നാൽ വേറെ നമുക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ ഇത്ര ക്രൂരമായിട്ട് കൊന്ന ഒരാളെ കൊല്ലാനായിട്ട് നമ്മുടെ കോടതി അനുമതി തന്നിരുന്നെങ്കിൽ ഞാൻ ആദ്യം പോയി അയാളെ വെട്ടിക്കൊന്നേനായിരുന്നു. അത്രയ്ക്ക് ദേഷ്യമാണ്. മീൻസ് ആ കുഞ്ഞിൻ്റെ 2 കൈയും പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ചൊരു പെൺകുട്ടി, 19കാരിയായ പെൺകുട്ടിയാണ് സ്വന്തം കുഞ്ഞിനെ ജനൽവാതിൽ വഴി പുറത്തേക്ക് എറിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് എതിരെയല്ലേ നമ്മൾ ശരിക്കും സംസാരിക്കേണ്ടത്? ഇത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ ആ 19 വയസ്സായ കുട്ടിയെ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ആ 19 വയസ്സായ കുട്ടിക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നും സുരക്ഷയോ സംരക്ഷണമോ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് ആ ഒരു സംഭവം സംഭവിച്ചത്. ഇത്രയും പ്രസവിക്കുന്നവരെ ആ ഒരു അമ്മ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു 19 വയസ്സുകാരി നമുക്ക് അത് ഓക്കെ തെറ്റാണ്, ഞാൻ അതിനെ ന്യായീകരിക്കുമല്ല. പക്ഷെ ഞാൻ ശരിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കളെയാണ് എനിക്കൊരു മോളുണ്ട്. എൻ്റെ മോൾക്ക് ഒരു എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവളുടെ ശരീരത്തിലോ അവളുടെ സ്വഭാവത്തിലോ രീതിയിലോ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ആസ് എ മദർ എനിക്ക് എന്തായാലും ഞാൻ മനസ്സിലാക്കണം. അതാണ് അമ്മ. അപ്പോൾ പിന്നെ ആ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അതിന്? എത്ര നമ്മൾ ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ പുറകോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ആദ്യമേ പ്രതികരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അമ്മൂമ്മയായിരുന്നാലും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്തെങ്കിലും പോട്ടെ, ഒരു അയൽവാസികൾ കേൾക്കാതിരിക്കുമോ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ? ഇപ്പം അസേം ഞാനിപ്പോൾ ഒരു ഇതേപോലെ ഒരു കരയുന്ന കുഞ്ഞിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, ഉറപ്പായിട്ടും ഞാൻ പോയി പ്രതികരിക്കും. മീൻസ് അത് അവരെ കാര്യമല്ല, അവരെ പേഴ്സണൽ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടത്തില്ല. ആരായിരുന്നാലും പോയി പ്രതികരിക്കും. അപ്പോൾ അയൽവാസികളില്ലായിരുന്നോ, അവരെ ബന്ധുക്കളില്ലായിരുന്നോ പ്രതികരിക്കാൻ? ജനങ്ങൾ ഇപ്പോൾ ആ നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യമാണോ ഇന്നത്തെ കേരളത്തിലുള്ള? വേണ്ടി വരും. ചില കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എല്ലാവരും പേടിക്കുന്ന എന്തിനാണ്? നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇപ്പം ഞാനും ജോലി ചെയ്യണം. അപ്പം ഞാനെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കാര്യം ഓർത്തിട്ടാണ് എല്ലാവരും പുറകോട്ട് വലിയുന്നത്. അങ്ങനെ ഒരു പേടി ആർക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നമ്മൾ സ്ത്രീകൾ മാത്രം ഇതിന് ഇറങ്ങി തിരിച്ചാൽ മതി. എനിക്ക് ചിലപ്പോൾ അതൊക്കെ തോന്നിയിട്ടുണ്ട്, ഒരു മുഖം മൂടി വെച്ചിട്ട് ഇറങ്ങി അങ്ങ് തിരിച്ചാലോ എന്ന്. നമ്മൾ ഈ പഴയ ഫോർ ദ പീപ്പിൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു പ്രാർത്ഥിക്കുന്ന കേട്ടോ. ശരിക്കും അത്തരത്തിലൊരു സാഹചര്യമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ഇവരെയൊക്കെ തൂക്കിക്കൊല്ലുക എന്നുള്ള ഒരു ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആവർത്തിക്കില്ല. പക്ഷേ നമുക്കിവിടെ കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. സൗദിയിലേക്ക് ഇറങ്ങിയപ്പോഴേ ഈ ശിക്ഷ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്താലും സ്വാധീനമുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോവാണ്. അവർക്ക് ഈ കൊച്ചിനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുട്ടികളില്ലാത്ത ധാരാളം പേരൻസ് ഉണ്ട്. അവർക്ക് കൊടുത്തെങ്കിൽ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. അവനാണ് വെടിവെച്ച് കൊല്ലേണ്ടത് ആദ്യം. അങ്ങനെയൊക്കെ ചെയ്യാമോ? കൊച്ചു പിള്ളേരല്ലേ, കൊച്ചു പിള്ളേരോട് അങ്ങനെ ചെയ്യാമോ? ഗുരുതെന്നല്ല, ഇങ്ങനെയുള്ളവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. നല്ല ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. ഒരു 1.5 വയസ്സായ കുട്ടി, ആ കുട്ടി എന്ത് കളിക്കുന്ന പ്രായമല്ലേ. നമ്മളെയൊക്കെ കേട്ട് നമ്മളെയൊക്കെ ഹൃദയം തകർന്നു. അത് ഇത്ര വിഷമമുണ്ട് നമുക്കൊക്കെ കേട്ട്. ആ കുഞ്ഞിനെ ചെയ്ത വേല, ആ ചെയ്ത ആളിനെ ഇഞ്ചിഞ്ചാറ്റ് തന്നെ അതുപോലെ ചെയ്യണം. കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടിട്ടിട്ട് എന്ത് ചെയ്യാനാണ്? അവിടുത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് വീണ്ടും അതുപോലെ ആവർത്തിക്കാനാണ് ആ കുഞ്ഞിൻ്റെ കുഞ്ഞു ശരീരത്തിലുള്ളത്. അതിനെ ചെയ്തിട്ടുള്ള വേലകളൊന്നും സഹിക്കാൻ പറ്റില്ല. ഒരു പോസ്റ്റ്മോർട്ടം ബോർഡിൽ പറയുന്നത് കേട്ടിട്ട്
നമ്മളെ ഹൃദയം തകർന്നു പോകും. 1.5 വയസ്സാണ്. ഈ 1.5 വയസ്സ് വരെയും ആ കുഞ്ഞ് എന്തോരം വേദന സഹിച്ചത്. എൻ്റെ 2 കഴികളെ അടിച്ചോടിച്ച് അത് കണ്ടിട്ട് സത്യം പറയുമെങ്കിൽ അത് നമ്മളെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ദുഃഖകരമായ കാര്യം തന്നെ, ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. സ്ത്രീകൾക്ക് മൊത്തം അപമാനകരമാണ്. ഒരമ്മ എന്നുള്ളത് ഞങ്ങൾക്ക് എങ്ങനെ അഭിമാനിക്കാൻ വകയുണ്ട്? മക്കളോട് എന്ത് പറയാൻ പറ്റും? അതും ഒരു അമ്മയല്ലേ ഇത്രയും കാണിച്ചത്. ഒരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്. ഇനിയുള്ള ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. ഞാനും ഒരമ്മയാണ്, 2 ആൺമക്കളുടെ അമ്മയാണ്. വല്ലാത്ത സങ്കടം ഉണ്ടത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളെ നാട്ടിൽ തന്നെ ആ പയ്യൻ്റെ സ്ഥലം, ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ആ പെൺകുട്ടിയുടെ ആദ്യത്തെ അഖിലിൻ്റെ സ്ഥലം. വിഷമം എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വിഷമം ഇനി ഇല്ല. അത്രമാത്രം വിഷമം. ഇനി ഒരു ജന്മത്തിലും ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസരം, ആ 1.5 വയസ്സിൽ ഇത്രയും ക്രൂരത അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സങ്കടം തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. ഒരമ്മ എന്നുള്ള നിലയിൽ നമ്മളെ ഇത്രയും മുതിർന്ന കുട്ടികളായാൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റൂല. പിന്നെയാണ് ഈ പിഞ്ചു കുഞ്ഞിന്. ആ മാതാപിതാക്കൾ പറഞ്ഞ ന്യായീകരണം പറഞ്ഞതനുസരിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളതാണ്. കുട്ടികളെ അടിച്ചു വളർത്തണം എന്നുള്ള ഒരു ചിന്താഗതി ശരിയാണോ? ശരിക്കും അടിച്ചു വളർത്തുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ദേഷ്യപ്പെടും, അത് സ്വാഭാവികമല്ലേ. പക്ഷെ അവർക്ക് നല്ലതിന് വേണ്ടിയല്ലേ നമ്മൾ ദേഷ്യം കാണിക്കുന്നത്, അവരെ നശിക്കാനല്ലല്ലോ. ഒരമ്മ എന്നുള്ളപ്പോൾ ആ ഒരു അമ്മ എന്ന ആ പദത്തിന് തന്നെ അർത്ഥം മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കത് അമ്മയെന്നുള്ള അവകാശവാദം പോലും ഉന്നയിക്കാൻ പറ്റില്ല. അതും ഒരമ്മയല്ലേ എന്നാണ് മക്കൾ ചോദിക്കുന്നത്. ഒരമ്മ പ്രസവിച്ച ഒരമ്മ മക്കളെ ഇങ്ങനെ കാണിക്കുമോ? ഇത്രയും ക്രൂരത ഒരു മനുഷ്യരാണോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയം. ഇങ്ങനെ ഈ ജന്മത്തേക്ക് എന്തൊരു അപമാനമാണിത്. സ്ത്രീകൾക്ക് തന്നെ അപമാനകരമാണ്. അവളിങ്ങനെയുള്ളവളെ ജീവിക്കാതിരിക്കാൻ പാടില്ല. അതൊരു തള്ളയാണ്. അവളെവിടെ ഡാൻസിന് പോയെന്നല്ലേ പറയണത്. അപ്പോൾ അതിനെയൊക്കെ ഭൂമിയിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് ഇത്രയും ഡോക്ടർമാർ പോലും അവിടെ പോയിട്ട് ഇത് കണ്ടുപിടിച്ചില്ല. എല്ലാ മുറിവുകൾ 2 കൈ ഒടിഞ്ഞതല്ലേ. എന്നിട്ട് അവിടെ ഇതിന് പോയിട്ട് പോലും അത് ഇതെന്തോന്ന് പാടെന്ന് പോലും ചോദിച്ചില്ല. കുഞ്ഞിനോടാണ് എനിക്കൊന്നും പറയില്ല. എനിക്കൊരു മോളുള്ളതാണ്, എനിക്കൊന്നും പറയില്ല. കേട്ടപ്പോൾ സങ്കടം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അറിഞ്ഞത് കേരളത്തിലെ നമ്മുടെ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. അതായത് നമ്മളെക്കാളും അങ്ങേയറ്റം അവർ രോക്ഷാകുലരാണ്, അവർ അത്രയും വിഷമമാണ്. നമ്മൾ പല അമ്മമാരെയും കണ്ടു, കണ്ണീരോടെയാണ് അവർ മറുപടി പറഞ്ഞത്. കാരണം എല്ലാവർക്കും വീടുകളിൽ അമ്മയും അച്ഛനും ഒക്കെയായി വളരെ സന്തുഷ്ടകരമായ ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലേക്കാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത്. എന്ത് തോന്നുന്നു വിസ്മയ? ഇപ്പം നമ്മൾ അറിഞ്ഞു, ഒരുപാട് പ്രതികരണം നമ്മൾ കണ്ടു, പലരും കരയുകയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് ടോക്കിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകാം, ഓരോരോ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ, രാഷ്ട്രീയമാണെങ്കിലും എല്ലാം പക്ഷേ ആ രാഷ്ട്രീയ കേരളത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രബുദ്ധരെന്ന് വിളിക്കുന്ന മലയാളികളെയും തന്നെ ലജ്ജ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. കാരണം ഓരോരുത്തരുടെ വീട്ടിലും ഓരോ കൊച്ചുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അപ്പോൾ അവരെല്ലാം ഓർത്ത് കരയുകയാണ്, ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് കരയുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ, എൻ്റെ വീടിൻ്റെ മുന്നിൽ പോലും ഒരു കുട്ടി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇന്ന് നമുക്ക് ഓരോ ജനങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിന് ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. അതായത് ഇതുവരെയുള്ള ലെറ്റ്സ് ടോക്ക് എപ്പിസോഡുകളിൽ എല്ലാത്തിലും ഇപ്പോൾ നമ്മൾ കണ്ടത് അത്രയധികം വികാരാധീനനായി പലരും പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടതും കണ്ടതും. അതായത് മലയാളികളുടെ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്നൊരു അറിവും കൂടെയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. കാരണം പലരും ഈ ഒരു വാർത്ത കേട്ട് നമ്മൾ ചെന്ന് അവരോടൊന്ന് സംസാരിക്കാൻ, എന്താണ് നിങ്ങളുടെ ഇത് കാണുന്നുണ്ടോ എന്നറിയുമ്പോൾ കണ്ണീരോടെ പല അമ്മമാരും മറുപടി പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും ജനങ്ങളുടെ ഈ ഒരു അഭിപ്രായങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കുഞ്ഞിന് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകരുത്, ഇനിയെങ്കിലും സന്തോഷപൂർവ്വം നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വിഷയവുമായി ലെറ്റ്സ് ടോക്ക് വീണ്ടും കാണാം. അതുവരേക്കും ജയ് ഹിന്ദ്.